വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നല്ല നാടൻ സ്റ്റൈൽ സ്പൈസിയും ടേസ്റ്റിയുമായ ചൂരമീൻ അച്ചാർ ഉണ്ടാക്കിയാലോ. മീൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം തന്നെ മീനിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്ത മീനിലേക്ക് മഞ്ഞൾ പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് എള്ളെണ്ണ ഒഴിച്ച് മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡ് ഫ്രൈ ചെയ്യുമ്പോൾ എള്ളെണ്ണ തന്നെ ഉപയോഗിക്കണം, എന്നാലേ കേട് കൂടാതെ നിൽക്കത്തുള്ളൂ. ഫുള്ള് വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും എടുത്തേക്കുന്നത്. അതൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വേറൊരു പാനിൽ എള്ളെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് 2 ഉണക്കമുളകും അതിൻ്റെ കൂടെ ഒരു 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതൊന്ന് സോട്ടായി ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഒരു വലിയ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതി. മുളക് പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഒരു 10 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് പുളി എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിനിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഗ്രേവിയും മീനിൻ്റെ കഷ്ണങ്ങളും തമ്മിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ കുറച്ച് എണ്ണയിലാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഉപയോഗിക്കാം. അച്ചാർ പൊടിയായിട്ട് ഞാൻ ഇവിടെ ഇടുന്നത് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടി നന്നായിട്ട് വറുത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് പൊടിച്ചു വെച്ച പൊടിയാണിത്. അതൊരു 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് ആദ്യമേ ഇവിടെ ചെയ്ത് വെച്ചത് കൊണ്ടാണ് പിന്നെയും ചെയ്യാത്തത്. പക്ഷെ കായപ്പൊടിയും കൂടി ഇട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂര അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെ വേറെ ഒരു കറി ഇല്ലെങ്കിലൊന്നും ഞാൻ പറയുന്നില്ല. ചോറിൻ്റെ കൂടെ ഒരു മോര് കറിയും ഈ ഒരു അച്ചാറും മാത്രമാണെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.